സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈ സുവിശേഷ ഭാഗം ധ്യാനിക്കാൻ, ഗ്രഹിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. ദൈവകൃപയില്ലാതെ, വിശ്വാസത്തിൻ്റെ വെളിച്ചമുള്ള കണ്ണുകളില്ലാതെ ഈ ഭാഗം ഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സുവിശേഷകൻ ഈ കാര്യം വിശദീകരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ നടന്ന സംഭവങ്ങൾ കൂടെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഭാഗത്തിൻ്റെ കേന്ദ്രബിന്ദു ഇതാണ്. ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന ഭാഗമാണിത്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നുവെന്നും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്നും ഈശോ പഠിപ്പിക്കുന്ന ഭാഗമാണിത്. അത് ഈശോ പറഞ്ഞ ക്ഷണത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, അവൻ്റെ കൂടെയുണ്ടായിരുന്ന ശിഷ്യരിൽ കുറേ അധികം പേർ അവനെ വിട്ടുപോയി എന്നാണ്. ഈ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ്, ഇത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അവനെ വിട്ടുപോയി എന്നാണ്. പക്ഷേ ഈശോ ഒരു തിരുത്തും അതിന് നടത്തുന്നില്ല. മറിച്ച് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാരോടും കൂടെ ഈശോ ചോദിക്കുകയാണ്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾക്കും ഈ വചനം കഠിനമാണെന്ന് തോന്നിയാൽ പോകാമെന്ന് തന്നെയാണല്ലോ അതിൻ്റെ സൂചന. അപ്പോൾ പത്രോസ് ശ്ലീഹ പറയുന്നു, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ അടുക്കലുണ്ട്, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? അപ്പോൾ ആ കാലത്ത് തന്നെ ഈശോ പറഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റാതെ പോയ കാര്യമാണിത്. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പിന്നീട് ഒരിക്കലും ഈ വിട്ടുപോയവർ ഈശോയെ അനുഗമിച്ചില്ല എന്നാണ്. അത്രമാത്രം അവരെ അകറ്റിക്കളഞ്ഞു ഈ പ്രബോധനം. പക്ഷേ പ്രിയപ്പെട്ടവരെ നോക്കൂ, ഈശോ വിശുദ്ധ കുർബാന അസന്നിഗ്ധമായിട്ട് സ്ഥാപിക്കുന്ന ഭാഗമാണിത്. അതിന് ഒരു തിരുത്തലും ഈശോ വരുത്തുന്നില്ല. അതുകൊണ്ട് ആദിമസഭയിലും ഈ തർക്കമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ വളരെ വിശദമായിട്ട് ഈ പ്രബോധനത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ ഭാഗം കൂടിയാണ്. ഇങ്ങനെ ശിഷ്യന്മാർ വിട്ടുപോകുന്ന സമയത്ത് ഈശോ അവരോട് പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആയിരുന്ന സ്ഥലത്തേക്ക് വീണ്ടും ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർ വിട്ടുപോവുകയാണ്. പെന്തക്കോസ്തൽ സഭകളും കത്തോലിക്ക സഭയിലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഈ പ്രബോധനത്തിൻ്റെ വ്യത്യാസമാണ്. വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുന്നതിലെ വ്യത്യാസമാണ്. നമ്മളിതിൻ്റെ ദൈവശാസ്ത്ര മാനങ്ങളിലേക്ക് വരുമ്പോൾ ഈശോ ഈ പ്രബോധന ഭാഗത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ആ പദം ഇതാണ്, ജീവൻ്റെ അപ്പം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. അതാണ് ഈശോ പറയുന്നത്. ജീവൻ്റെ അപ്പം എന്ന് ഈശോ പറയുമ്പോൾ നമ്മുടെ ചിന്ത പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെയും ഒരു ജീവൻ്റെ അപ്പമല്ല, ഒരു വൃക്ഷമുണ്ട് അവിടെ. ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് ദൈവം കൽപ്പിക്കുന്നു. പക്ഷേ ആദിമാതാപിതാക്കൾ ഭക്ഷിക്കുന്നു, അവർ നശ്വരരാകുന്നു. അപ്പോൾ അവർ ശിക്ഷാവിധി ഏറ്റുവാങ്ങുന്നു, അവർ തെറ്റ് ചെയ്യുന്നു, പാപം ചെയ്യുന്നു. ആദിമാതാപിതാക്കളുടെ ഈ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് ഇതാ ജീവൻ്റെ അപ്പം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ജീവൻ്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചതുപോലല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ജീവിക്കും. അത് നിത്യജീവനാണ്. ഈ ആദിമാതാപിതാക്കളുടെ പാപം മൂലം വന്ന തെറ്റിൻ്റെ പരിഹാരമായിട്ടാണ് അപ്പോൾ ഈശോ ജീവൻ്റെ അപ്പം നമുക്ക് നൽകുന്നത്. ഇവിടെ ഈശോയുടെ മരണം കൂടി ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാർ പറഞ്ഞത്, മരത്താലെ വന്ന പാപം അപ്പത്താലെ മാഞ്ഞുപോയി, അല്ലെങ്കിൽ പഴത്താലെ വന്ന പാപം അപ്പത്താലെ മാറുന്നു. ആദിമാതാപിതാക്കളുടെ പാപത്തിന് പരിഹാരമായിട്ട് ഇതാ ലോകത്തിന് മുഴുവനും വേണ്ടി താൻ ജീവൻ അർപ്പിക്കുന്നുവെന്ന് ഈശോ ഇവിടെ സൂചിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, എപ്പോഴൊക്കെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു അപ്പോഴൊക്കെ അവൻ്റെ മരണം പ്രത്യാഗമനം വരെ നിങ്ങൾ ഓർമ്മിക്കുകയാണെന്ന് പറയുന്നത്. ആ ബലച്ചിൻ്റെ മനോഹരമായിട്ടുള്ള ആ പാട്ടുണ്ടല്ലോ, ദുഃഖവെള്ളിയാഴ്ച നമ്മൾ പാടുന്നത്,
മരത്താലെ വന്ന പാപങ്ങൾ മരത്താലെ മായ്ക്കുവാനായി മരത്തിന്മേലാർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. ഗാഗുൽത്ത മലയിൽ നിന്നും എന്നുള്ള ആ ഗാനത്തിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാടുന്നതാണിത്. അപ്പോൾ ഈശോ തൻ്റെ മരണം കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി അടുത്തതായി ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലെ 2 ബിംബങ്ങളുടെ പൂർത്തീകരണം കൂടിയുണ്ട്. പ്രതീകാത്മകമായ 2 ബിംബങ്ങളുണ്ട്. വിശുദ്ധ കുർബാനയുടെ മുന്നോടിയായിട്ടുള്ള 2 ബിംബങ്ങൾ. ഒന്ന് മരുഭൂമി നൽകപ്പെട്ട മന്നയാണ്. ഈ 2 ബിംബങ്ങളെ ഈശോ സൂചിപ്പിക്കുന്നുമുണ്ട്. രണ്ടാമത്തത് നെഹുഷ്താൻ എന്നുള്ള പിച്ചള സർപ്പമാണ്. ഈശോ പറയുന്നുണ്ട്, മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതുപോലെ മന്നയെക്കുറിച്ചും പറയുന്നുണ്ട്, നിങ്ങളുടെ പൂർവികർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. അപ്പോൾ ഇത് രണ്ടും ജീവന്റെ കാരണമായിരുന്നു. മരുഭൂമിയിൽ മരണതുല്യരായി കഴിഞ്ഞിരുന്ന ജനത്തിൻ്റെ ആശ്വാസമായിട്ടാണ് മന്ന നൽകപ്പെട്ടത്. അവർ ജീവൻ പ്രാപിച്ചു. അതുപോലെ സർപ്പദംശനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മോശ മരുഭൂമിയിൽ നെഹുഷ്താൻ എന്ന് പറയുന്ന പിച്ചള സർപ്പത്തെ ഉയർത്തിയത്. അത് നോക്കിയവർ രക്ഷ പ്രാപിച്ചു. അപ്പോൾ ഈ 2 പ്രതീകങ്ങളുടെയും പൂർത്തീകരണമായിട്ട് വിശുദ്ധ കുർബാന മാറുന്നു. അത് നിത്യജീവനിലേക്ക് മനുഷ്യൻ നയിക്കുന്നു. അവിടെ അപ്പം ഭക്ഷിച്ചെങ്കിലും അവരെല്ലാവരും മരിച്ചു. ഇവിടെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. നിത്യം ജീവിക്കുമെന്ന് പറഞ്ഞാൽ അനശ്വരനാകും എന്ന അർത്ഥത്തിലല്ല, അത് ഭൗതിക തലത്തിലല്ല, മറിച്ച് സ്വർഗപ്രാപ്തനാകുമെന്നുള്ളതാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവന് മനസ്സിന് മരണകാരണമാകുന്ന കാര്യങ്ങളിൽ നിന്ന് അവന് മോചനം ലഭിക്കുമെന്നാണ്. മനസ്സിനെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും ഒക്കെ തള്ളിവിടുന്ന, പകയിലേക്കും വിദ്വേഷത്തിലേക്കും ഒക്കെ തള്ളിവിടുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ അപ്പം മോചനം നൽകുമെന്നാണ്. അതാണ് ഞാൻ സ്വർഗത്തു നിന്നിറങ്ങി അപ്പമാകുന്നുവെന്ന് വിശുദ്ധ കുർബാനയിൽ പാടുന്ന ആ പാട്ടിൻ്റെ അവസാനം, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടും അവൻ സ്വർഗം നിശ്ചയമായി. അപ്പോൾ ആ നിത്യമായ ജീവിതം എന്ന് പറയുന്നത് സ്വർഗ ജീവിതമാണ്. ഇവിടെ ഈ കുർബാന എപ്പോഴൊക്കെ സ്വീകരിക്കുന്നു, എപ്പോഴൊക്കെ തിരുവോസ്തി സ്വീകരിക്കുന്നുവോ, പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നു, അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ പാപകാരണമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളതാണ്. അത് കാര്യമായ കാരണങ്ങൾ നിരാശയാണ്, ദുഃഖമാണ്, വിദ്വേഷമാണ്, പകയാണ്, സ്നേഹമില്ലായ്മയാണ്, ഇതെല്ലാമാണ്. ഇപ്പോൾ എമ്മാവുസിലേക്ക് പോയ ആ ശിഷ്യന്മാരുടെ കണ്ണു തുറന്നതും അവർക്ക് ആനന്ദമുണ്ടായത്, അവർ നിരാശരായിരുന്നു. ഈശോ അപ്പം പകുത്തു നൽകിയ സമയത്ത് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ്. പിന്നെ അവർ ആനന്ദഭരിതരായിട്ട് തിരിച്ച് ജെറുസലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയുടെ ഫലം എന്ന് പറയുന്നത് അതാണ്. നമുക്ക് ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന പാദ്രേ പിയോയെ നമുക്ക് ഓർക്കാം. വിശുദ്ധ കുർബാനയിൽ എങ്ങനെയാണ് നമ്മൾ സംബന്ധിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം. നമുക്ക് ഈ വലിയ ദൈവികമായ ഉൾക്കാഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ശത്രുതയും വിദ്വേഷവും ഒക്കെ അകന്നു പോകുന്നുണ്ടോ? അതിന് വിശുദ്ധ കുർബാന കാരണമാകുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം.